ഏറ്റെടുത്ത ഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ച് ഡിവൈഎഫ്ഐ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനായി കോൺഗ്രസ് ഏറ്റെടുത്ത കുന്നമ്പറ്റയിലെ ഭൂമിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഭൂമിയിലേക്കുള്ള വഴിയിൽ ഡിവൈഎഫ്ഐ ബോർഡ് സ്ഥാപിച്ചു. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്ക് 230 വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്ന 3.5 ഏക്കർ ഭൂമിയിലേക്കുള്ള വഴിയെന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. കുംഭമേള വൈറൽ താരം ഗർഭിണി, ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ലെന്ന് ഭർത്താവ്. കുംഭമേള വൈറൽ താരം ഗർഭിണിയാണെന്നും ഉടൻ പോലീസിന് മുന്നിൽ ഹാജരാകാനാകില്ലെന്നും ഭർത്താവ് ഫർമാൻ ഖാൻ. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചുവെന്നാരോപിച്ച് മാതാപിതാക്കൾ ഫർമാനെതിരെ മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഭാര്യ ഗർഭിണിയാണെന്നും യാത്ര ചെയ്യാൻ കഴിയില്ലെന്നും മധ്യപ്രദേശ് ഖർഗോണിലെ വനിതാ SIയെ അറിയിച്ചത്. ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞു, 2 പേർ മരിച്ചു. ഇടുക്കി നാരകക്കാനത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ഒരു സ്ത്രീയും 6 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരിച്ചത്. നാരകക്കാനത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം സമീപത്തുള്ള വ്യൂ പോയിന്റിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത്. 200 അടിയോളം താഴ്ചയിലേക്കാണ് ജീപ്പ് മറിഞ്ഞത്. മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്ക് ആശ്വാസം. 3 മാസത്തെ ഉപജീവന ബത്ത അനുവദിച്ചു. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പ് 3,19,95,000 രൂപ വയനാട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. ദുരിതത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും നിലവിൽ ക്യാമ്പുകളിലും വാടക വീടുകളിലും കഴിയുന്നവർക്കുമാണ് ഈ ബത്ത ലഭിക്കുക. ഒരാൾക്ക് പ്രതിദിനം 300 രൂപ നിരക്കിലാണ് ഉപജീവന ബത്ത കണക്കാക്കുന്നത്. ജൂൺ മാസം വരെയുള്ള ബത്ത നൽകിയ ശേഷം ദുരന്തബാധിതരെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ശ്രീകൃഷ്ണനെ അവഗണിച്ച വിശ്വാശംസ പോസ്റ്ററുകൾ, തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. വിഷുദിനത്തിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ച ആശംസാ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ച ഹോട്ടൽ ഉടമകൾക്കെതിരെ പരാതിയുമായി ഹിന്ദു ഐക്യവേദി. സംഭവത്തിന് പിന്നിലെ അസ്വാഭാവികതയും തീവ്രവാദ ബന്ധവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി DGPക്ക് പരാതി നൽകി. കൃഷ്ണന് മുന്നിൽ കുഴിമന്തി വെച്ചിരിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ പോസ്റ്ററാണ് പ്രചരിച്ചത്. കേരളത്തിലെ വിവിധ റെസ്റ്റോറന്റുകൾ ഇത്തരത്തിൽ വിശ്വാശംസ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം. പയ്യന്നൂരിൽ CPM ബ്രാഞ്ച് അംഗം T പുരുഷോത്തമനെ പുറത്താക്കി. പയ്യന്നൂർ AKG ഭവൻ ബ്രാഞ്ച് അംഗം T പുരുഷോത്തമനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ CPM പുറത്താക്കി. V കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ T പുരുഷോത്തമനും കുടുംബവും പങ്കെടുത്തിരുന്നു. ഇതിൽ പാർട്ടി പുരുഷോത്തമനോട് വിശദീകരണം ചോദിച്ചിരുന്നു. വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏരിയ കമ്മിറ്റി പുരുഷോത്തമനെതിരെ നടപടി സ്വീകരിച്ചത്. വീണ്ടും വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ക്രിസ്ത്യൻ സമുദായത്തിലെ സിസ്റ്റർമാർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പോകുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ കാലാകാലങ്ങളിൽ വന്ന ഒരു സർക്കാരും SNDPയെ സഹായിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും വോട്ട് ബാങ്കായി. ലീഗിനെ നയിക്കുന്നത് തങ്ങൾമാരാണ്. കേരള കോൺഗ്രസിന് പിന്നിൽ പിതാക്കന്മാർ. ആത്മീയ ശക്തിയുടെ ഭാഗമായി അവരെല്ലാം നേടിയെടുത്തു. രാജ്യത്ത് ജനാധിപത്യം പോയി, മതാധിപത്യം വന്നു എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രവർത്തനം അവതാളത്തിലെന്ന് മന്ത്രി V ശിവൻകുട്ടി. നാറാത്തത് നാർമെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. മാലിന്യ നിർമ്മാർജ്ജനം പാടെ പാളിയെന്നും തെരുവുനായ ശല്യം കൂടിയെന്നും ശിവൻകുട്ടി ആരോപിച്ചു. പലയിടത്തും തെരുവുവിളക്കുകൾ കത്തുന്നില്ല. മാലിന്യ നീക്കം പാടെ പാളി. നഗരം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും നഗരത്തിലെ ജനജീവിതം ദുസ്സഹമാക്കരുതെന്നും സർവകക്ഷി യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SSLC മൂല്യനിർണ്ണയം ഘടിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. ചോദ്യപേപ്പർ ഘടനയിൽ മാറ്റം വരുത്തിയും 20% ചോദ്യങ്ങൾ സങ്കീർണമാക്കിയും ഫുൾ A+ കുറയ്ക്കാൻ നേരത്തെയും വകുപ്പ് നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂല്യനിർണ്ണയവും ഘടിപ്പിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് SSLC മൂല്യനിർണ്ണയം ആരംഭിച്ചത്. മൂല്യനിർണ്ണയം ഘടിപ്പിക്കണമെന്ന നിർദ്ദേശം അന്ന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ വിഷയത്തിൽ A+ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് പലപ്പോഴും സർക്കാരിന് തലവേദനയാകാറുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായ മുഴുവൻ തുകയും വേണമെന്ന് ഊരാളുങ്കൽ. കുറച്ചു വൈകിയാലും കരാർ പ്രകാരമുള്ള 7.11 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയേ മതിയാവൂ എന്ന് ഊരാളുങ്കലിന് കീഴിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി AAIC വ്യക്തമാക്കി. എന്നാൽ കൂടുതൽ തുക നൽകില്ലെന്ന തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. ഹൈക്കോടതി ഇടപെട്ടിട്ടും തുകയിലെ പൊരുത്തക്കേട് മറന്നേക്ക് പുറത്തു വന്നില്ല. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് 7 മാസമാകുന്നു. വിവാദങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല.